നമ്മളുടെ അസർബൈജാനിലെ 4th ഡേ ആണ്. നമ്മളിപ്പോൾ ഗബാലയാണ്. ഗബാലയിൽ നിന്ന് നമ്മളിപ്പോൾ ഷേക്കി സിറ്റിയിലേക്ക് പോവുകയാണ്. ഷേക്കി സിറ്റിയിൽ നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത് ഷേക്കി പാലസ് ആണ്. പിന്നെ കാരവാൻസറൈ കാണാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു ടെമ്പിളും ഉണ്ട്. അപ്പോൾ ഷേക്കി പാലസ് എന്ന് പറഞ്ഞാൽ ഷേഖി ഖാൻ അവരുടെ പാലസാണ്. 1797 ബിൽഡ് ചെയ്തതാണ് ഈ ഒരു പാലസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കാരവാൻസറൈ എന്ന് പറഞ്ഞാൽ സിൽക്ക് റോഡ്, അതായത് മിഡിൽ ഏജിലെ സിൽക്ക് റോഡ്, ഈ ട്രേഡിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ട്രേഡേഴ്സിനൊക്കെ അവിടെ നൈറ്റിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു കാരവാൻസറൈ എന്ന് പറയുന്നത്. ഇപ്പം അതൊരു ഹോട്ടലൊക്കെ ആയിട്ടാണ് അവിടെ ഇന്നത്തെ ടൈമിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. കാരണം അപ്പോൾ ഒറ്റ ഇതിൽ നമുക്ക് സ്ട്രെച്ചിൽ പറയാൻ പറ്റാത്തതാണ്. കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള കുറേ സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വോയിസ് ഓവറിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഷേക്കിയിലേക്ക്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. ആദ്യം നമ്മൾ പോകുന്നത് ഷേക്കി പാലസിലേക്കാണ് കേട്ടോ. പലതരം ആളുകളുണ്ട്. ഈ യാത്ര പോകുമ്പോൾ മ്യൂസിക് കേട്ടിട്ട് പോകുന്ന ആൾക്കാർ, യാത്രകൾ പോകുന്ന സമയത്ത് പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ച് പോകുന്ന ആൾക്കാർ, പിന്നെ ഉറങ്ങുന്ന ആൾക്കാർ, അങ്ങനെ പലവിധം. നിങ്ങളിതിൽ ഏത് ടൈപ്പാണ്? എനിക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ചും നമ്മൾ കാണാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന ഓരോ കാഴ്ചകളും നമ്മൾക്ക് പല വിധത്തിൽ അത്ഭുതവും ഒരുപാട് സന്തോഷവും അങ്ങനെ പല ഇമോഷൻസ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാലസിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ഗൈഡ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാണ്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തും ഇതിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ അവിടെയും നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പോവുകയാണ് ഷേക്കി പാലസ് കാണാൻ. അപ്പോൾ കണ്ട ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. എന്തൊക്കെ ശബ്ദം കേട്ടാലും ഒരു കുഴപ്പമില്ലാതെ ഉറങ്ങുന്ന ഒരു പാവം പൂച്ച. എന്തായാലും നമുക്ക് ഷേക്കി പാലസിനെ കുറിച്ച് ചെറിയൊരു ഹിസ്റ്ററി പറയാം. വടക്കു പടിഞ്ഞാറൻ അസർബൈജാനിലെ ഷേക്കിയിലുള്ള ഷേക്കി ഖാന്മാരുടെ കൊട്ടാരമാണിത്. ഒരു കാലത്ത് ഷേക്കി ഖാന്മാരുടെ വേനൽക്കാല വസതിയായി ഉപയോഗിച്ചിരുന്ന ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഇത്. 1797 മുഹമ്മദ് ഹുസൈൻ ഖാൻ മുഷ്താഖിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. വ്യത്യസ്തമായ സ്ഥലഘടനയും സമൃദ്ധമായ അലങ്കരിച്ച അകത്തളങ്ങളും പോരാത്തതിന് ചുറ്റുമുള്ള പ്രകൃതി, ഇവയെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു പാലസ് വളരെ പ്രസിദ്ധവും പേരുകേട്ടതുമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് പുറത്തുള്ള കാഴ്ച നിങ്ങൾക്ക് കുറച്ചധികം ഞാൻ കാണിച്ചു തന്നത്. അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടുത്തെ കൊത്തുപണികളുടെ ഭംഗി എത്രയാണെന്ന്. ഷേക്കി പാലസിൽ പോയി അവിടെ പുറത്ത് മാത്രമേ ക്യാമറയൊക്കെ അലൗഡ് ഉള്ളൂ. ഉള്ളിലേക്ക് ക്യാമറയും ഫോണൊന്നും പറ്റില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലോകമാണ്. എന്തൊരു ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഭംഗിയിലുള്ള ചുമർ ചിത്രങ്ങളും ഫുള്ളി കളർഫുള്ളായിട്ട് അവരവിടെ ഒരു അതുപോലെയൊക്കെ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ജനലുകൾ, വാതിലൊക്കെ നല്ല ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട് ഗ്ലാസിൻ്റെ, അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ സൺലൈറ്റൊക്കെ വരുമ്പോൾ ആ ഒരു കളേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യും നമ്മളുടെ വാളിലേക്കൊക്കെ. പിന്നെ ചുമരും ഒക്കെ അപ്പർ പോർഷനൊക്കെ നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ കുറേ സ്റ്റോറീസ്, പിന്നെ അവരെന്തൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നുള്ള കുറേ മീനിങ്സൊക്കെ ഉണ്ട് അവരുടെ ആ ഒരു പെയിൻറ്റിങ്ങിനൊക്കെ. പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അത് ശരിക്കും മിസ്സാവരുത് ഇവിടെ വരുമ്പോൾ. അസർബൈജാനൊക്കെ വരുമ്പോൾ മിസ്സാവരുത് ഒരിക്കലും ഷേക്കി പാലസിൽ വരാൻ. അപ്പോൾ നമ്മൾ പുറത്ത് വന്നു, ഇതിൻ്റെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്രയൊക്കെ തന്നെ ഉള്ളൂ തോന്നുന്നുണ്ടല്ലേ? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ കാറിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ സിൽക്ക് റോഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം വീഡിയോ. ഇവിടെ വഴിയോരത്ത് കണ്ട ഒരു നല്ല കാഴ്ചകളിലൂടെ നമുക്ക് പോവാം.
മനോഹരമായിട്ടാണല്ലേ അവരത് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പ്രായമുള്ള 2 പേരാണ് കേട്ടോ. ഞാനിവിടെ കണ്ടവരിൽ ആരും വെറുതെ വന്ന് ഒരു പൈസയൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ചെറിയ കലാരൂപങ്ങളെല്ലാം കാണിച്ച് നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അവർക്ക് സന്തോഷത്തിന് കൊടുക്കാം, അത്രയേ ഉള്ളൂ. പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കാരവാൻസറായി. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ പല വിധത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണെന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അസർബൈജാനിലെ ഷേക്കിയിലെ ഒരു ചരിത്ര സ്മാരകമാണ് കാരവാൻസറായി. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഒരു ഹോട്ടലായി ഉപയോഗിക്കുന്നു. മധ്യകാലഘട്ടത്തിലെ വ്യാപാരത്തിൻ്റെ വികസനം അസർബൈജാനിൽ കാരവാൻസറൈകളുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ഷേക്കിയിലെ കാരവാൻസറായി ചരിത്ര സമുച്ചയത്തിൽ 2 ഗംഭീര കാരവാൻസറായി ഉൾപ്പെടുന്നു. പരമ്പരാഗതമായി യുഖാരി എന്നും അഷാഗി കാരവാൻസറായി എന്നും അറിയപ്പെടുന്നു. ഇത് അസർബൈജാനിൽ യഥാക്രമം അപ്പർ, ലോവർ കാരവാൻസറായി എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ നിർമ്മാണം AD 18-19 നൂറ്റാണ്ടുകളിലേതാണ്. ലോവർ കാരവാൻസറായിക്ക് ദീർഘചതുരാകൃതിയാണ്. അവിടെ ഒരു വലിയ അകത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മധ്യഭാഗത്ത് ഒരു പൂളുണ്ട്. കെട്ടിടത്തിൻ്റെ 4 കോണുകളിൽ നിന്നും മുറ്റത്തേക്ക് 4 പ്രവേശന കവാടങ്ങൾ കാണാം. 242 മുറികളുമാണ് ഇവിടെയുള്ളത്. അപ്പർ കാരവാൻസറായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് ഏകദേശം 300 മുറികളും സ്റ്റോർ റൂമുകളുമാണ് ഉള്ളത്. ലോവർ കാരവാൻസറായിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ മുകൾ ഭാഗം ഹോട്ടലായി ഉപയോഗിക്കുന്നില്ല. ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ സ്മാരകമായും പ്രാദേശിക കാഴ്ചകളായും ഇത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്പോട്ടാണ്. ഇത്രയുമാണ് കാരവാൻസറായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാവും ഈ പുരാതന കാലത്തുള്ള ഈ ഒരു കെട്ടിടത്തിൻ്റെ ഭംഗിയും അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ കെട്ടിട നിർമ്മാണ രീതികളും എല്ലാം. എന്തൊരു ഭംഗിയാണല്ലേ! ഇങ്ങനെ ഒരുപാട് പഴക്കമാർന്ന കെട്ടിടങ്ങളും ഓരോ ശില്പങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതം തോന്നും. പ്രത്യേകിച്ച് ഒരു കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് ഇതെല്ലാം നിർമ്മിച്ചതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും ചില സമയത്ത് പറ്റില്ല. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒരുപാട് ആസ്വദിച്ച് ഞങ്ങൾ ഈ ഒരു കാരവാൻസറായിയോട് വിട പറയുകയാണ്. അങ്ങനെ നമ്മൾ ഷേക്കിലെ പാലസ് എല്ലാം കണ്ടത്. ഇപ്പോൾ തിരിച്ചു പോകുന്നത് കിഷ് അൽബേനിയൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിഷ് എന്ന് പറഞ്ഞൊരു വില്ലേജാണ് കേട്ടോ. അസർബൈജാനിലെ ഒരു വില്ലേജിൻ്റെ പേരാണ് കിഷ് എന്ന് പറയുന്നത്. അതായത് കൊക്കേഷ്യൻ അൽബേനിയൻ ഇറയിൽ ഉള്ള കിഷ് വില്ലേജിലെ ഒരു ക്രിസ്ത്യൻ ടെമ്പിളാണ് ഈ കിഷ് അൽബേനിയൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇത് വേൾഡിലെ ഫസ്റ്റ് ക്രിസ്ത്യൻ ടെമ്പിളാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി കിഷ് അൽബേനിയൻ ടെമ്പിൾ വിശേഷങ്ങൾ കാണാം. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അടുത്ത സ്പോട്ടായ കിഷ് അൽബേനിയൻ ടെമ്പിളിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരുപാട് പുരാതനമായ ഒരു ക്രിസ്ത്യൻ ടെമ്പിൾ കൂടിയാണ് ഈ കിഷ് അൽബേനിയൻ ടെമ്പിൾ. ഈ ഒരു ചർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചുരുക്കി പറയാം. ഇന്നത്തെ അസർബൈജാനിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഗ്രാമങ്ങളിൽ ഒന്നാണ് കിഷ്. കൊക്കേഷ്യൻ അൽബേനിയയുടെ കാലഘട്ടത്തിൽ ഇവിടെ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നു. സെൻറ്റ് എലീഷ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ കെട്ടിടം 10-12 നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് കിഷിലെ പള്ളി സെൻറ്റ് എലീഷ സ്വന്തം പള്ളി സ്ഥാപിച്ച അതേ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് കിഷിലെ ക്ഷേത്രത്തെ കോക്കസസിൻ്റെ ഏറ്റവും പഴയ ആത്മീയ കേന്ദ്രങ്ങളിലൊന്നായി പലപ്പോഴും പരാമർശിക്കുന്നത്. കാരണം സെൻറ്റ് എലീഷ കൊക്കേഷ്യൻ അൽബേനിയ സഭയുടെ ഗോത്രപിതാവും കോക്കസസിലെ ആദ്യ ക്രിസ്ത്യൻ നേതാവുമായിരുന്നു.
വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് പുരാവസ്തുക്കളും അസ്ഥികൂടങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അതായത് പള്ളിയുടെ അടിയിൽ നിന്നും കണ്ടെത്തിയ പുരാവസ്തുക്കളാണ് ഇവ. പുരാവസ്തുക്കളുടെയും അസ്ഥികളുടെയും റേഡിയോ കാർബൺ ഡേറ്റിംഗ് പ്രകാരം ഈ പള്ളി വളരെ കാലം മുന്നേ തന്നെയുള്ള ഒരു പുണ്യസ്ഥലമായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നു. കോക്കസസിലെ ക്രിസ്തുമതത്തിൻ്റെ ആദ്യ നേതാക്കളിൽ ഒരാളായിരുന്നു എലീഷ എന്നു പറഞ്ഞല്ലോ മുന്നേ. അദ്ദേഹം വിശുദ്ധ തദ്യൂസിൻ്റെ അനുയായി കൂടിയായിരുന്നു. കൊക്കേഷ്യൻ അൽബേനിയൻ സഭയുടെ ആദ്യ നേതാവിൻ്റെ ബഹുമാനാർത്ഥം നിർമ്മിച്ച നിലവിലുള്ള കത്തീഡ്രൽ ഒഴികെ ഈ യഥാർത്ഥ ആരാധനാലയത്തിൽ ഇന്ന് മറ്റൊന്നും അവശേഷിക്കുന്നില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ. കോക്കസസിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന പുരാതന വാസ്തുവിദ്യയുടെ ഒരു യഥാർത്ഥ ജം തന്നെയാണ് ഈ കിഷ് ടെമ്പിൾ. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ മനോഹരമായ ക്ഷേത്രം ഒരു വാസ്തുവിദ്യ അത്ഭുതം മാത്രമല്ല, മധ്യകാല അസർബൈജാൻ്റെ അഭിവൃദ്ധി പ്രാപിച്ച മതപരവും സാംസ്കാരികവുമായ ഭൂപ്രകൃതിയുടെ ഒരു തെളിവ് കൂടിയാണ്. ഇവിടെ നിന്നും കണ്ടെത്തിയ ഒരുപാട് പുരാവസ്തുക്കളും അസ്ഥികൂടങ്ങളും എല്ലാമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേരം നിന്ന് വായിച്ച് കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരുപാട് പുരാവസ്തുക്കൾ ഇവിടെ അവർ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സമൃദ്ധമായ ഭൂപ്രകൃതികളും ഗാംഭീര്യമായ ഗ്രേറ്റർ കോക്കസസ് പർവ്വതനിരകളും കൊണ്ട് ചുറ്റപ്പെട്ട ഈ ഒരു കിഷ് ക്ഷേത്രം ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഈ ഒരു പ്രദേശത്തിനോടും കിഷ് ടെമ്പിളിനോടും പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയോടും മുഴുവനായി മുഴുകാനുള്ള ശാന്തവും മനോഹരവുമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ അതിൻ്റെ കാലാതീതമായ സൗന്ദര്യത്തിനും ചരിത്ര പ്രാധാന്യത്തിനും സാക്ഷ്യം വഹിക്കാൻ ഈ ടെമ്പിൾ ക്ഷണിക്കുന്നു. ഈ ചർച്ചിൻ്റെ അകത്തെ മുറ്റത്തുള്ള ഒരു പുരാതന സെമിത്തേരിയാണ്. 50-ൽ കൂടുതൽ ആളുകൾ ഇവിടെ പറ്റില്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരു ശവക്കുഴിക്ക് മുകളിൽ ഈ ടെമ്പിൾ പുനഃസ്ഥാപിക്കുമ്പോൾ അവർ ഒരു സുതാര്യമായ പ്ലാസ്റ്റിക് ഡോം സ്ഥാപിച്ചിട്ടുണ്ട്. അത് സന്ദർശകർക്ക് അസാധാരണമായുള്ള ഉയരമുള്ള ഒരു മനുഷ്യൻ്റെ, അതായത് ഏകദേശം 2 മീറ്റർ ഉയരമുള്ള ആ ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടം കാണാൻ പറ്റുന്ന രീതിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ഈ ചർച്ചിൻ്റെ അവിടെ ഇവിടെയായി നമുക്ക് ഒരുപാട് പുരാവസ്തുക്കളും അസ്ഥികൂടങ്ങളും സംരക്ഷിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ ടെമ്പിൾ ഒരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വെങ്കലയുഗത്തിലെ മൺപാത്രങ്ങളും 2 മീറ്റർ ഉയരമുള്ള അസ്ഥികൂടങ്ങളുള്ള പുരാതന ശവക്കുഴികളും പിന്നെ നിലവറകളും അങ്ങനെ പലതുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൊക്കേഷ്യൻ അൽബേനിയ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന സ്മാരകങ്ങളിൽ ഒന്നാണ് കിഷിലെ സെൻറ്റ് എലീഷ ക്ഷേത്രം അഥവാ കിഷ് ടെമ്പിൾ. അങ്ങനെ പ്രകൃതി ഭംഗിയാലും പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയാലും മികവുറ്റ ഈ ഒരു കിഷ് ടെമ്പിൾ സന്ദർശിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരുപാട് സമയം ഇവിടെ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഏത് പുതിയ രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ ഒതൻറ്റിക് ഫുഡ് ട്രൈ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിപ്പോൾ ഞങ്ങൾക്ക് മാത്രമാവില്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പുതിയ സ്ഥലങ്ങളിലോ പുതിയ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങളുടെ ആവശ്യപ്രകാരം അസർബൈജാൻ നല്ല ഒതൻറ്റിക് ഫുഡ് കിട്ടുന്ന പിന്നെ നല്ല വൈബ് കിട്ടുന്ന ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും കൈ കഴുകുന്ന രീതിയാണെങ്കിലും എല്ലാം വളരെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ്. എന്തായാലും ആ ഒരു അനുഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ എല്ലാ മുക്കും മൂലയും ഞാൻ നടന്ന് കണ്ടു. ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിലൊക്കെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഭൂതിയായിരുന്നു കേട്ടോ അവിടെ. ആ ഒരു നേർത്ത വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും പിന്നെ നല്ല തണുത്ത കാറ്റും
എല്ലാം കൊണ്ടും ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. എന്തായാലും ആ ഒരു നല്ല എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മളുടെ അവസാനത്തെ, അതായത് ഈ ദിവസത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് യെഡി ഗോസൽ അല്ലെങ്കിൽ 7 ബ്യൂട്ടീസ് വാട്ടർഫോൾ. ഇവിടെ വിവിധ മലയിടുക്കുകളിൽ നിന്നുള്ള വെള്ളം 7 ഘട്ടങ്ങളുള്ള വെള്ളച്ചാട്ടമായി മാറുന്നു. 2 ചെറിയ വെള്ളച്ചാട്ടം മാത്രമേ താഴെ നമുക്ക് ദൃശ്യമാവുകയുള്ളൂ. ഈ 2 വെള്ളച്ചാട്ടത്തിന് പുറമെ ബാക്കി 5 വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് വടികൾ കയറി വേണം കേട്ടോ പോവാൻ. അത്യാവശ്യം ഒരുപാട് സ്റ്റെപ്സ് കയറാനുണ്ട്. അതിന് കുറച്ചധികം ശാരീരിക ശക്തി ആവശ്യമാണ് കേട്ടോ. എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് അതുകൂടി കയറിയിട്ട് പോവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ പടികൾ കയറി മുകളിലേക്ക് പോകുക എന്നുള്ള ഒരു ടാസ്കിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു അത്. കുത്തനെയുള്ള ഒരുപാട് സ്റ്റെപ്സുകൾ കയറാനുണ്ടായിരുന്നു ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോയ ടൈമിൽ വെള്ളം കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.